ഇന്നത്തെ ന്യൂസ് വായിക്കാൻ പോവുകയാണ്. കൈപ്പറമ്പ് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പോന്നോർ സ്വദേശി പൊള്ളാച്ചി വീട്ടിൽ ഉണ്ണികൃഷ്ണൻ്റെ മകൻ മനുകൃഷ്ണന് 21 വയസ്സാണ് മരിച്ചത്. സംസ്കാരം നടത്തി. തിങ്കളാഴ്ച പുലർച്ചെ 1:30 അടാട്ട് ചിറ്റിലപ്പള്ളി റോഡിലായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് മറിയുകയായിരുന്നു. മുതുവറ ആക്ട്സ് പ്രവർത്തകർ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ 22-ന് രാത്രിയാണ് മരിച്ചത്. ശോഭ സിറ്റിയിലെ ജീവനക്കാരനായ മനുകൃഷ്ണ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപകടം അമ്മ അനു, സഹോദരൻ ദീപക്. ചക്കയിടാൻ കരയുന്ന കല്ലിളകി ദേഹത്ത് വീണ് ഗഹനാല മരിച്ചു. വീടിന് സമീപത്തെ പ്ലാവിൽ നിന്ന് ചക്കയിടാൻ കയറിയെന്ന പാറക്കല്ലിളകി ദേഹത്ത് വീണ് പരിക്കേറ്റ ആദിവാസി സ്ത്രീ മരിച്ചു. ഇരുമ്പകച്ചോല വെറ്റിലച്ചോല ഉന്നതിയിലെ തങ്ക 55 വയസ്സാണ് മരിച്ചത്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3:00-ഓടെയാണ് സംഭവം. ചക്കയിടാൻ തോട്ടിയുമായി എത്തിയതായിരുന്നു തങ്ക. ചെരിഞ്ഞ പ്രതലത്തിലെ പാറക്കല്ലിലാണ് കയറി നിന്നത്. മഴയിൽ കല്ലിനടിയിലെ മണ്ണിളകിപ്പോയത് ശ്രദ്ധിച്ചില്ല. പാറയിൽ കയറി നിന്ന് ചക്ക പറിക്കുമ്പോൾ കല്ലിളകി തങ്ക താഴേക്ക് വീണു. ഇളകി വീണ കല്ലിനും മറ്റൊരു കല്ലിനും ഇടയിൽ തങ്ക കുടുങ്ങിപ്പോയി. കൊച്ചുമകൾ ഉന്നതിയിലുള്ളവരെ വിവരം അറിയിച്ചു. കല്ലെടുത്തു മാറ്റി തങ്കയെ പുറത്തെടുത്ത് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഭർത്താവ് ചന്ദ്രൻ, മക്കൾ രാജി, പരേതനായ രാജേഷ്, മരുമകൻ രമേഷ്. സ്കൂട്ടറിടിച്ച് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. മലപ്പുറം തിരുനാവായ സീബ്ര ലൈനിലൂടെ റോഡ് കുറുകെ കടക്കുന്നതിനിടെ സ്കൂട്ടറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. തിരുനാവായ വാവൂർക്കുന്ന് കല്ലിങ്ങൽ നിർമ്മല 73 വയസ്സ് ആണ് മരിച്ചത്. കഴിഞ്ഞ മെയ് 16-ന് തിരുനാവായ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഭർത്താവ് പരേതനായ കുട്ടിക്കൃഷ്ണമേനോൻ, മക്കൾ സത്യനാഥ്, തിരുനാവായ പഞ്ചായത്ത് അംഗം നിഷ, ദിനേശ്, മരുമക്കൾ മോഹനൻ, ശുഭ, ജലജ. അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പാതിരപ്പള്ളി പുതുപ്പറമ്പിൽ എലിസബത്ത് 68 ആണ് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 3 ആഴ്ചയിലധികമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കൾ മുതൽ വാർഡിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ രാവിലെ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും മരിക്കുകയുമായിരുന്നു. ജൂൺ 13 മുതൽ പനി ബാധിച്ച് ചികിത്സ തേടിയിരുന്ന എലിസബത്തിന് കഴിഞ്ഞ 3-നാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്കാരം ഇന്ന് രാവിലെ 10-ന് പാതിരപ്പള്ളി സെൻറ് ആൻ്റണീസ് ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പൂങ്കാവ് അവർ ലേഡി ഓഫ് അസംഷൻ പള്ളിയിൽ ഭർത്താവ് സെബാസ്റ്റ്യൻ, മക്കൾ തോമസ്, ആൻസി, മരുമക്കൾ സാനി ജോസഫ്, സിബിച്ചൻ,
മത്സ്യത്തൊഴിലാളി മുങ്ങി മരിച്ചു. വൈപ്പിൻ ജോലിക്കിടെ മത്സ്യത്തൊഴിലാളി തോട്ടിൽ മുങ്ങി മരിച്ചു. ഞാറക്കൽ അല്ലപ്പറമ്പിൽ ശിവദാസൻ 65 മരിച്ചത്. ഞാറക്കൽ പാലത്തിന് പടിഞ്ഞാറ് ആളില്ലാതെ വഞ്ചിയും വലയും കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. സംസ്കാരം ഇന്ന് 1-ന് മുരുക്കുംപാടം പൊതുശ്മശാനത്തിൽ. ഭാര്യ അനിത, മക്കൾ അരുൺദാസ്, അഖിൽദാസ്, മരുമക്കൾ ആതിര, കൃഷ്ണ. കാണാതായ വയോധികൻ കായലിൽ മരിച്ച നിലയിൽ. എടപ്പാൾ കായലിൽ പുല്ലെറിയാൻ പോയ വയോധികനെ കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോലളമ്പ് വല്യാട് സ്വദേശി ആളിയത്ത് വാസുവിനെ 80 വയസ്സാണ് സമീപത്തെ കായലിൽ മരിച്ച നിലയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കാലികൾക്ക് പുല്ലരിയുന്നതിനായി വാസു തോണിയിൽ പോയത്. ഏറെ നേരം കഴിഞ്ഞും തിരിച്ചെത്താത്തതിനെ തുടർന്ന് പോയവരാണ് വള്ളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ചങ്ങരംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ഭാര്യ പരേതനായ കുഞ്ഞു, മക്കൾ വിശാദരൻ, ചന്ദ്രൻ, ശിവൻ, മരുമക്കൾ സുധ, ലത, നിഷ. അസം പ്രളയം, മരണം 41. അസമിൽ രൂക്ഷമായി തുടരുന്ന മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 41. 11 ജില്ലകളിലായി 6.5 ലക്ഷം പേർ പ്രളയം മൂലം പ്രതിസന്ധിയിലായി. കരവ്യോമസേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും തുടരുന്നു. പ്രളയത്തിൽ ഒറ്റപ്പെട്ടവർക്കായി ഡ്രോണിൻ്റെ സഹായത്തോടെ ഭക്ഷണവും മരുന്നും എത്തിക്കുന്നുണ്ട്. പ്രളയം ഏറ്റവും നാശമുണ്ടാക്കിയ ജില്ലകളിലൊന്നായ ഗോലാഘട്ടിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ സന്ദർശനം നടത്തി. കേന്ദ്ര സംഘവും ഉടൻ സംസ്ഥാനം സന്ദർശിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉറപ്പു നൽകി. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. ബൈക്ക് അപകടത്തിൽ പുതിയ KSEB അപേക്ഷ റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ. പുതിയ കണക്ഷനെ കണക്റ്റഡ് ലോഡ് അടിസ്ഥാനമാക്കി നിരക്ക്. ഉപയോക്താക്കളെ സ്ലാബുകളായി തിരിച്ച് പുതിയ ഏകീകൃത നിരക്കിന് ശുപാർശ. തിരുവനന്തപുരം പുതിയ കണക്ഷനെടുക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പോസ്റ്റിനും ലൈനിനുമെല്ലാം വെവ്വേറെ ചാർജ് നൽകുന്ന രീതി അവസാനിപ്പിക്കാൻ KSEB കണക്റ്റഡ് ലോഡ് അടിസ്ഥാനമാക്കി ഉപയോക്താക്കളെ വിവിധ സ്ലാബുകളിലായി തിരിച്ച് പുതിയ ഏകീകൃത നിരക്കിനുള്ള ശുപാർശ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് നൽകി. എല്ലാ ഉപഭോക്താക്കൾക്കും കണക്റ്റഡ് ലോഡ് അടിസ്ഥാനമാക്കി ഉയർന്ന ഏകീകൃത നിരക്ക് നിശ്ചയിച്ച് കഴിഞ്ഞ വർഷം KSEB സമർപ്പിച്ച അപേക്ഷ കമ്മീഷൻ തള്ളിയതോടെ നിരക്ക് കുറച്ച് സ്ലാബ് അടിസ്ഥാനമാക്കി പുതിയ അപേക്ഷ നൽകിയത്. പുതിയ രീതിയിലേക്ക് മാറുന്നത് 4.37 കോടി രൂപയുടെ വരുമാന നഷ്ടത്തിന് കാരണമാകുമെന്നാണ് KSEBയുടെ വാദം. വിലവർധന ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ KSEBക്ക് ഭാവിയിലുണ്ടാകുന്ന നഷ്ടം താരിഫിലൂടെ ഈടാക്കാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ചിട്ടുണ്ട്. നിലവിൽ റോഡിൽ നിന്ന് 32 മീറ്റർ വരെ ദൂരത്തിൽ പോസ്റ്റ് വേണ്ടാത്ത സിംഗിൾ ഫേസ് ഗാർഹിക കണക്ഷന് 1914 രൂപ, 3 ഫേസ് കണക്ഷന് 4642 രൂപ, ഒരു പോസ്റ്റിന് സ്റ്റേ ഉൾപ്പെടെ 11,000 രൂപ എന്നിങ്ങനെയാണ് കണക്ഷന് ഈടാക്കുന്നത്. ശുപാർശയിലെ നിരക്കുകൾ: 1 കിലോവാട്ട് വരെ സിംഗിൾ ഫേസ് 2500 രൂപ, 1-2 കിലോവാട്ട് സിംഗിൾ ഫേസ് 3000 രൂപ, 2-5 കിലോവാട്ട് സിംഗിൾ ഫേസ് 5000 രൂപ, 5-7 കിലോവാട്ട് 3 ഫേസ് 8000 രൂപ, 7-10 കിലോവാട്ട് 3 ഫേസ് 10000 രൂപ. മറ്റു പ്രധാന നിർദ്ദേശങ്ങൾ: 10 കിലോവാട്ടിന് മുകളിലെ LT കണക്ഷന് കിലോവാട്ടിന് 1560 രൂപ നിരക്കിൽ
ഈടാക്കും. നിലവിലെ കണക്ഷനുകളിൽ ലോഡ് വർദ്ധിപ്പിക്കാനും ഇതേ നിരക്ക് ബാധകമാകും. കണക്ഷനു വേണ്ടി പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ ഈ നിരക്കുകൾക്ക് പുറമെ ഓരോ KVA കിലോവാട്ട് ആംപിയർ ലോഡിനും 5100 രൂപ അധികം നൽകണം. നിലവിലെ സിംഗിൾ ഫേസ് കണക്ഷൻ 3 ഫേസ് ആക്കുന്നത് പോലുള്ള മാറ്റങ്ങൾക്ക് ഓരോ കിലോവാട്ടിനും 700 രൂപ നൽകണം. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഏരിയൽ ബെഞ്ചഡ് കേബിൾ ABC ഉപയോഗിക്കുന്ന കണക്ഷനുകൾക്ക് അംഗീകൃത നിരക്കിൻ്റെ 1.15 ഇരട്ടി തുക ഈടാക്കും. 1 മെഗാവാട്ട് വരെയുള്ള HT കണക്ഷന് റിംഗ് മെയിൻ യൂണിറ്റ് RMU ഇല്ലാതെ ഓരോ KVAയ്ക്കും 2000 രൂപയും RMU സഹിതം 10300 രൂപയുമാണ് ശുപാർശ. പുതിയ അപേക്ഷയിൽ ഫീസ് കുറവ്. പുതിയ കണക്ഷൻ എടുക്കുന്നവർ 1 കിലോവാട്ടിന് 1800 രൂപ നിരക്കിൽ അടയ്ക്കണമെന്നായിരുന്നു 2025 ഒക്ടോബറിൽ KSEB കമ്മീഷന് നൽകിയ അപേക്ഷയിൽ ശുപാർശ ചെയ്തിരുന്നത്. ഇത് പ്രകാരം 5 കിലോവാട്ട് കണക്റ്റഡ് ലോഡുള്ള ഉപയോക്താക്കൾ 9000 രൂപ ഫീസ് അടയ്ക്കണം. പുതിയ അപേക്ഷയിൽ സ്ലാബ് അടിസ്ഥാനമാക്കിയതോടെ ഇത് 5000 രൂപയായി കുറഞ്ഞു. താങ്ക് യു. ഇനി വീഡിയോകൾ ഇങ്ങനെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. താങ്ക് യു.